പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബാസ് ബ്ലസംസിൻ്റെ +1 ഇംഗ്ലീഷ് ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ പല വീഡിയോ ക്ലാസ്സുകളുടെയും കമൻറ്റ് ബോക്സിലൂടെ കുട്ടികൾ ചോദിച്ചതാണ്, ഒരു അപ്രീസിയേഷൻ മോഡൽ ചെയ്യാവോ, അതിൻ്റെ സ്ഥിരമായി ഉപയോഗിക്കാവുന്ന സെൻറ്റൻസുകൾ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം, അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാനിച്ചുകൊണ്ടും അത് നേരത്തെ പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത്, നമ്മൾ പഠിക്കുന്ന ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്ന പോയം, ഫസ്റ്റ് ഇയർ ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റിൽ വരുന്നൊരു പോയമാണ് ഡെത്ത് ദ ലെവലർ ബൈ ജെയിംസ് ഷെർലി. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു അപ്രീസിയേഷൻ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആൻസർ, 2 ആൻസറുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏറ്റവും ബിലോ ആവറേജ് സ്റ്റുഡൻസിന് കാണാതെ പഠിച്ചു വെക്കാവുന്ന കുറേ സെൻറ്റൻസുകളും അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നൊരു ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് കുറച്ചും കൂടി അഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ആൻസർ എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന, A+ ആഗ്രഹിക്കുന്ന, ടോപ്പ് മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള മറ്റൊരു മോഡൽ ആൻസർ. രണ്ട് രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ആൻസർ എന്ന് പറയുന്നത് വളരെ ഡ്രമാറ്റിക്കായി, വളരെ കൂടുതൽ ഇമ്പ്രഷൻ നൽകുന്ന രീതിയിലുള്ള ആൻസറാണ്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഒന്നാമത്തെ ആൻസർ കണ്ട് രണ്ടാമത്തെ ആൻസറിലേക്ക് പോകുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം, തമ്മിലുണ്ടാകുന്ന ഇമ്പ്രഷൻ ഉണ്ടാക്കുന്ന വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നന്നായി മാർക്ക് സ്കോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ രണ്ടാമത്തെ ആൻസർ, അല്ലെങ്കിൽ അതിന് ആ ഒരു മോഡൽ ആൻസറുകൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന, നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു പോയം, ഒരു പക്ഷേ പരിചയമുള്ളതാവാം, ആ പോയത്തിൻ്റെ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾ ഈ ക്ലാസ് പൂർണ്ണമായും കേട്ട ശേഷം നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ളൊരു ക്ലാസ് ആയിരുന്നു ഇതെന്നുള്ളത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നല്ല ക്ലാസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മോഡൽ ആൻസറിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്കൊരു റിവ്യൂ തയ്യാറാക്കുമ്പോൾ, അല്ലെങ്കിൽ അപ്രീസിയേഷൻ ഓഫ് എ പോയം തയ്യാറാക്കുമ്പോൾ എങ്ങനെ നമുക്ക് പാരഗ്രാഫുകൾ ഡിവൈഡ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ, അതിൽ ഈ പോയം എഴുതിയത് ആര്, അതിനെക്കുറിച്ചുള്ള ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ പറയാം. രണ്ടാമത് നമുക്കൊരു ബ്രീഫ് സമ്മറി കൊടുക്കാം. ഇപ്പം ഞാൻ ആദ്യം തന്നിരിക്കുന്നത് 2 ആൻസറുകളുണ്ട്. ഒരേ പോയത്തിന് 2 തരത്തിലുള്ള അപ്രീസിയേഷൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ അപ്രീസിയേഷൻ ഭാഗത്ത് ഒരു ബ്രീഫ് സമ്മറി എന്ന് പറയുന്നത് ഞാൻ പറയാം. അപ്പോൾ ആ ഭാഗം ബ്രീഫ് സമ്മറിയാണ്, അത് കാണാതെ പഠിച്ചു വെക്കുക. പിന്നെ പോയറ്റിക് ഡിവൈസസ്, ഇതിലുപയോഗിച്ചിരിക്കുന്ന സിമിലി, മെറ്റോണിമി, മെറ്റഫോർ, പേഴ്സോണിഫിക്കേഷൻ, അല്ലെങ്കിൽ റൈമിംഗ് വേർഡ്സ്, കപ്ലെറ്റ്സ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് പോയറ്റിക് ഡിവൈസസ് അല്ലെങ്കിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഇതിൻ്റെ പോയത്തിൻ്റെ മെസ്സേജ് എന്താണ്, തീം എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. പിന്നെ നമ്മളുടേതായ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മളുടെ കൺക്ലൂഷൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താം. ഇങ്ങനെയാണ് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മളുടെ ആൻസറിലേക്ക് പോവുകയാണ്. ആൻസർ നിങ്ങൾ ശ്രദ്ധിക്കുക. റെഡ് ലെറ്റേഴ്സ് കാണാം, ബ്ലാക്ക് ലെറ്റേഴ്സ് കാണാം. മുൻപ് പല വീഡിയോസിലും ചെയ്ത പോലെ ഈ റെഡ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാതെ പഠിച്ചു വെക്കാവുന്ന, അല്ലെങ്കിൽ ഇത് കാണാതെ പഠിച്ചു വെച്ച്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളാണ് ഒരു പോയം എഴുതുമ്പോൾ, അപ്രീസിയേഷൻ എഴുതുമ്പോൾ വേണ്ടതെന്ന് മനസ്സിൽ കുറിച്ചിടാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കാൻ ശ്രമിക്കുക, ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഇതേ പോയം ചോദിക്കുമെന്നല്ല പറഞ്ഞത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസ് എന്നാൽ ഡെത്ത് ദ ലെവലർ ഈസ് എ ഗ്രേറ്റ് പോയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പോയത്തിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ട് ഡാഷ് ഈസ് എ ഗ്രേറ്റ് പോയം, ഇറ്റ് ഈസ് റിട്ടൺ ബൈ ജെയിംസ് ഷെർലി എന്നാണ് ഇവിടെയെങ്കിൽ ഇറ്റ് ഈസ് റിട്ടൺ ബൈ ഡാഷ്, എഴുതിയ പോയറ്റിൻ്റെ പേരുണ്ടെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ അത്തരത്തിലൊക്കെ നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ വരുത്താം. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം, ആ കാര്യങ്ങളൊക്കെ പറയാം. ഡെത്ത് ദ ലെവലർ ഈസ് എ ഗ്രേറ്റ് പോയം, ഇറ്റ് ഈസ് റിട്ടൺ ബൈ ജെയിംസ് ഷെർലി, ദിസ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് പോയം. ഏത് പോയത്തിനും കൊടുക്കാവുന്ന ഒരു സെൻറ്റൻസ് ആണ്. ദ ഓഥർ ഹാസ് യൂസ്ഡ് സിമ്പിൾ ലാംഗ്വേജ് ഇൻ ദ പോയം. ഇതൊക്കെ മറ്റേത് ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മളും ഉപയോഗിക്കാം. ദ പോയം ഈസ് അബൌട്ട് മോർട്ടാലിറ്റി ഓഫ് ലൈഫ്. ഈ പോയത്തിൻ്റെ തീമിനെ കുറിച്ചുള്ള ഒരൊറ്റ സെൻറ്റൻസാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് കിട്ടിയ പോയത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയ തീം എന്താണ്, മെസ്സേജ് എന്താണ്, സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, പോയം അപ്രീസിയേഷൻ എഴുതുമ്പോൾ നമ്മൾ ആൻസർ പരിശോധിക്കുമ്പോൾ, പബ്ലിക് എക്സാമിൻ്റെ ആൻസർ പരിശോധിക്കുമ്പോൾ പലപ്പോഴും കാണുന്നതാണ്, കുട്ടികൾ പോയം അതേപടി പകർത്തി വെച്ചിട്ടുണ്ടാവും. അതൊരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് അതിന് 1 മാർക്കും കിട്ടാൻ പോകുന്നില്ല. എന്നാൽ നിങ്ങൾ അതേ സ്ഥാനത്ത്, നിങ്ങൾ 12 വർഷമായി ഇംഗ്ലീഷ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, ആ പോയം വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ കത്തിയിട്ടുണ്ടാവും നിങ്ങളുടെ മനസ്സിൽ. അത് ഒരക്ഷരം എഴുതാൻ കഴിയാത്തവനാണെങ്കിലും നിങ്ങളുടേതായ ഒരു ഭാഷ നിങ്ങളിലുണ്ട്, ഇംഗ്ലീഷിൽ എഴുതാനുള്ള ഒരു സ്കില്ല് നിങ്ങളിലുണ്ട്. ആ ഒരു സ്കിൽ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ ആ പോയത്തിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങളുടെ ഭാഷയിൽ ഒരു 4 സെൻറ്റൻസ് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന് 1-2 മാർക്ക് കിട്ടും. ആ സ്ഥാനത്ത് പോയം അതേപടി എഴുതി വെക്കുന്നത് കൊണ്ട് ഒരു കാര്യമില്ല, 1 മാർക്കും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അത് പ്രത്യേകം അടിവരയിട്ട് പറയുകയാണ്.
നിങ്ങൾ കിട്ടുന്ന പോയം 2 or 3 തവണ നിർബന്ധമായും വായിച്ചിരിക്കണം. അത് കൂൾ ഓഫ് ടൈമിൽ സമയമുണ്ടെങ്കിൽ അപ്പോൾ വായിക്കുക, അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്നതിൻ്റെ തൊട്ട് മുമ്പ് വായിക്കുക, ആ ആൻസർ എഴുതുന്നതിൻ്റെ തൊട്ട് മുമ്പ് വായിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മനസ്സിലായത് അല്ലെങ്കിൽ അതിലുള്ള വരികളെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ രീതിയിൽ സെൻറ്റൻസുകളായി മോഡിഫൈ ചെയ്ത് എഴുതുക. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലാതെ വെറുതെ പോയത്തിൻ്റെ വരികൾ അതേപടി എഴുതി വെക്കുന്നതുകൊണ്ട് ഒരു ഗുണവും നിങ്ങൾക്ക് ലഭിക്കില്ല. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ദ പോയറ്റ് ഹാസ് റിട്ടൺ എ ലോട്ട് ഓഫ് സിമിലർ പോയംസ്. ഇതുപോലെയുള്ള പോയംസ് വേറെയും പോയറ്റ് എഴുതിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് അടിച്ചുവിടാം. ബട്ട് ദിസ് വൺ ഈസ് ഹിസ് ബെസ്റ്റ്. എന്നാൽ ഈ പോയമാണ് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് പോയം. ദ പോയം ഹാസ് എ ലോട്ട് ഓഫ് ഇമേജസ് ഇൻ ഇറ്റ്. ഒരുപാട് ഇമേജസ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ദർ ആർ വേർഡ് പിക്ചേഴ്സ്. അതിങ്ങനെ വായിക്കുമ്പോൾ ഓരോ വാക്കുകളും നമ്മളുടെ മനസ്സിലേക്ക് ഓരോ ചിത്രങ്ങൾ കൊണ്ടുവരുന്നു. ദ പോയം ഹാസ് എ ലോട്ട് ഓഫ് ഇന്നർ മീനിങ്സ്. ഇതിന് പല തലത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഏത് പോയെടുത്താലും പല തലത്തിലുള്ള അർത്ഥങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്ന സെൻറ്റൻസുകളാണ്. ബട്ട് ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു അവർ ഹാർട്ട് ഈസിലി. എനി വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ പോയം ഈസിലി. ആർക്കും മനസ്സിലാവുന്ന സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലാണ് ഈ പോയം എഴുതിയിട്ടുള്ളത്. ഇൻ ദിസ് പോയം ദ പോയറ്റ് സ്പീക്സ് അബൌട്ട് ദ മൈറ്റ് ഓഫ് ഡെത്ത്. മരണത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഈ പോയത്തിൽ പോയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യനിൽ ആ പോയത്തിൻ്റെ ഇതുപോലെ ഒരൊറ്റ സെൻറ്റൻസ് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ സമ്മറിയാണ്. ഡെത്ത് ലെവലർ എന്ന് പറയുന്ന പോയത്തിൻ്റെ സമ്മറിയാണ് ഇനി നിങ്ങൾ ഈ കാണുന്നത്. ദ ഹൈ ആൻഡ് ദ ലോ, ദ മൈറ്റി ആൻഡ് ദ വീക്ക്, ദ റിച്ച് ആൻഡ് ദ പുവർ ഓൾ ഈക്വൽ ബിഫോർ ഡെത്ത്. മരണത്തിന് മുമ്പിൽ ഉന്നതനും താഴ്ന്നവനും, ശക്തിയുള്ളവനും ശക്തിയില്ലാത്തവനും, സമ്പന്നനും പാവപ്പെട്ടവനും എല്ലാം തുല്യരാണ്. ദർ ഈസ് നോ വെപ്പൺ അഗെയിൻസ്റ്റ് ഫെയ്റ്റ്. വിധിക്കെതിരെ പോരാടാൻ പറ്റുന്ന ഒരു വെപ്പണും ഒരായുധം ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. ദ ഐസി ഹാൻഡ്സ് ഓഫ് ഡെത്ത് ഡു നോട്ട് സ്പെയർ ഈവൻ കിങ്സ്. രാജാവിനെ പോലും മരണം വെറുതെ വിടാറില്ല. ദ സെപ്റ്റർ ആൻഡ് ക്രൗൺ ആർ സിംബൽസ് ഓഫ് ദെയർ പവർ ആൻഡ് ഗ്ലോറി. ഈ ചെങ്കോലും കിരീടവുമൊക്കെ അവരുടെ ശക്തിയുടെ, അവരുടെ മഹത്വത്തിൻ്റെ, അവരുടെ ഗ്രേറ്റ്നെസ്സിൻ്റെ അടയാളങ്ങളാണ്. സ്കൈത്ത് ആൻഡ് സ്പെയ്ഡ്, അരിവാളും തൂമ്പയുമെല്ലാം റെപ്രസെൻറ്റ് ദ പുവർ വർക്കിംഗ് ക്ലാസ്. സാധാരണക്കാരനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബട്ട് വെൻ ഡെത്ത് കംസ്, എന്നാൽ മരണം വരുമ്പോൾ ആൾ മസ്റ്റ് യീൽഡ് ഇറ്റ്. എല്ലാവരും അതിന് കീഴ്പ്പെട്ടേ മതിയാവൂ. ആൾ ദ ഗ്ലോറി വിൽ ബി റെഡ്യൂസ്ഡ് ടു ഡസ്റ്റ്. എല്ലാ മഹത്തരങ്ങളും വെറും പൊടിയായി തീരും മരണം കഴിഞ്ഞാൽ, മണ്ണിനോട് ചേരും. സം അച്ചീവ് ഗ്ലോറി ഇൻ ബാറ്റിൽ ഫീൽഡ്സ്. ചിലർ യുദ്ധക്കളത്തിൽ ആണ് അവരെ ഗ്രേറ്റായി മാറുന്നത്. ദെയർ സ്ട്രെങ്ത് വിൽ വീക്കൻ വൺ ഡേ. അവരുടെ സ്ട്രെങ്ത്തും അവരുടെ ആരോഗ്യവും അവരുടെ പവറും ഒക്കെ ഒരു ദിനം ക്ഷയിക്കും. ആൾ മസ്റ്റ് സ്റ്റൂപ്പ് ടു ഫെയ്റ്റ് സം ഡേ. എല്ലാവരും വിധിക്ക് കീഴടങ്ങിയേ പറ്റൂ. ദ ഗാർലാൻഡ്സ് വിച്ച് അഡോൺ ദ ഡെഡ് ഹെഡ് വിൽ ഡ്രൈ ആൻഡ് വിതർ അവേ. നമ്മൾ മരണശേഷം റീത്ത് സമർപ്പിക്കാറുണ്ട് അല്ലേ? അതെല്ലാം പിന്നീട് അത് കുറച്ച് മഹത്വമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് കിട്ടുന്ന റീത്തും അവർക്ക് കിട്ടുന്ന പുഷ്പ സമർപ്പണങ്ങളും മറ്റുമെല്ലാം കുറച്ച് കൂടുതലായിരിക്കുമെങ്കിലും എല്ലാം കുറച്ച് കഴിഞ്ഞാൽ ഉണങ്ങി നശിച്ചു പോവും. ദ വിക്ടോറിയസ് കിങ് വിൽ സൂൺ ബിക്കം ദ വിക്ടിം ഓഫ് ഡെത്ത്. വിജയിയായി വരുന്ന രാജാവും പിന്നീട് ഒരിക്കൽ മരണത്തിൻ്റെ ഇരയായി മാറും. ഹി വിൽ ബി ലൈക്ക് ആൻ ആനിമൽ സാക്രിഫൈസ്ഡ് ഓൺ ദ ആൾട്ടർ ഓഫ് ഡെത്ത്. ബലിപീഠത്തിൽ ബലിയർപ്പിക്കപ്പെട്ട ഒരു മൃഗത്തിൻ്റെ അവസ്ഥയാണ് പിന്നീട്. ആഫ്റ്റർ ഡെത്ത് ഓൺലി അവർ ജസ്റ്റ് ആക്ഷൻസ് വിൽ ബി റിമെമ്പേർഡ്. നമ്മളുടെ മരണശേഷം നമ്മളെക്കുറിച്ച് ആളുകൾക്ക് ഓർത്തിരിക്കാൻ കഴിയുന്നത് നമ്മളുടെ നന്മ നിറഞ്ഞ, നീതി നിറഞ്ഞ പ്രവർത്തനങ്ങൾ മാത്രം. ലൈക്ക് സ്വീറ്റ് സ്മെല്ലിംഗ് ഫ്ലവേഴ്സ്. നല്ല നറുമണം നൽകുന്ന പൂക്കളെപ്പോലെ നമ്മളുടെ നന്മകൾ എന്നെന്നും ഓർത്തിരിക്കും. ദീസ് ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലൈൻസ് ഓഫ് ദ പോയം. എനിക്ക് ഈ പോയത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി തോന്നിയ വരികൾ ഇതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടിയിരിക്കുന്ന പോയത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു 2 വരികൾ അവിടെ നിങ്ങൾക്ക് പകർത്തി എഴുതാം. 2 വരിയോ 4 വരിയൊക്കെ പകർത്തി എഴുതാം. ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ് നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. ദീസ് ലൈൻസ് കൺവേ ലോട്ട് ഓഫ് മീനിങ്സ്. ഈ വരികൾ ഒരുപാട് അർത്ഥം നമുക്ക് നൽകുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പകർത്തി, ഞാൻ പറയില്ല, കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ മറ്റു ആൻസറുകളിലും ഉപയോഗിക്കാവുന്നതാണ്. എവരി റീഡർ വിൽ ലൈക്ക് ദീസ് ലൈൻസ്. ഏതൊരു വായനക്കാരനും ഈ വരികൾ ഇഷ്ടപ്പെട്ടു പോകും. ദ ടൈറ്റിൽ ആൻഡ് ദ തീം ഓഫ് ദ പോയം ആർ ക്ലോസ്ലി റിലേറ്റഡ്. ഇതിൻ്റെ ടൈറ്റിലും ഇതിൻ്റെ ആശയവും തീമും ഒക്കെ വളരെയധികം ക്ലോസ്ഡായിട്ട് കണക്റ്റഡ് ആണ്, ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ ടൈറ്റിൽ ഈ പോയത്തിൻ്റെ മെസ്സേജ് കൃത്യമായിട്ട് കൺവേ ചെയ്യുന്നതാണ്. ഓൾ ദ ക്യാരക്ടേഴ്സ് ആൻഡ് നാച്ചുറൽ ഒബ്ജക്ട്സ് ഇൻ ദ പോയം ആർ സ്യൂട്ടബിൾ ടു എക്സ്പ്രസ് ഇറ്റ്സ് മൂഡ്. ഈ പോയത്തിൻ്റെ മൂഡ് എക്സ്പ്രസ് ചെയ്യാൻ ഉതകുന്നതാണ് ഇതിലെ കഥാപാത്രങ്ങളും ഇതിലെ വസ്തുക്കളെയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ദ പോയം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹ്യൂമൻ ലൈഫ്. മനുഷ്യജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സന്ദേശം നൽകുന്ന ഒരു പോയം ആണ് ഇത്. ഇനി പോയത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ദ പോയം ഈസ് ഡിവൈഡ് ഇൻ ടു 3 സ്റ്റാൻസസ് ഓഫ് 8 ലൈൻസ് ഈച്ച്. 8 വരികളുള്ള 3 സ്റ്റാൻസുകളാണ് ഈ പോയം.
പോയറ്റ് ഹാസ് ഇഫക്റ്റീവ്ലി എംപ്ലോയിഡ് എ റിത്മിക് ലാംഗ്വേജ്. വളരെ റിതമിക് ആയിട്ടുള്ള ലാംഗ്വേജ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വിച്ച് ഈസ് വെരി സിമ്പിൾ ആൻഡ് മ്യൂസിക്കൽ. സിമ്പിളാണ്, അതോടൊപ്പം മ്യൂസിക്കലുമാണ്. ദ റൈം സ്കീം ഓഫ് ദ പോയം ഈസ് ABABCCDD. Many rhyming words are there in the poem like state, fate, things, kings, field, yield. ഇതൊക്കെ റൈമിംഗ് വേർഡ്സ് ആണ്. There are many couplets in the poem like scepter and crown must tumble down. ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ആൻഡ് ഫേറ്റ് റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരേപോലെ ഒരേ സൗണ്ടിൽ അവസാനിക്കുന്ന അവസാനത്തെ വവലും അതിനുശേഷം വരുന്ന കോൺസണൻസും ഒരേപോലെയാണെങ്കിൽ അതിനാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കണ്ടില്ലേ, സ്റ്റേറ്റ്, ഫേറ്റ്, അതിൻ്റെ അവസാനിക്കുന്നത് എങ്ങനെയാണ്? എയ്റ്റ് എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത്. അപ്പോൾ റൈമിംഗ് വേർഡ്സ് ആണ്. തിങ്സ്, കിങ്സ്, രണ്ടും ഇങ്സ്, അവസാനത്തെ വവലും അതിനുശേഷം വരുന്ന കോൺസണൻസും സെയിം ആണ്. ഫീൽഡ്, yielded, രണ്ടിൻ്റെയും അവസാനം ഈൽഡ് എന്നർത്ഥമാണ്, ശബ്ദമാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ്? റൈമിംഗ് വേർഡ്സിന് ഉദാഹരണമാണ്. ഓരോ വരിയിലെയും റൈമിംഗ് വേർഡ്സ് നോക്കിയിട്ടാണ് അതിൻ്റെ റൈം സ്കീം നിശ്ചയിക്കുന്നത്. ഒരേ രീതിയിലാണ് അവസാനിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആൽഫബറ്റ്സിൽ A മുതലുള്ള ആദ്യത്തെ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അതിനെ നിർണ്ണയിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ഫസ്റ്റ് ഭാഗം എടുക്കാം. സ്റ്റേറ്റ്, തിങ്സ്, ഫേറ്റ്, കിങ്സ്. അപ്പോൾ സ്റ്റേറ്റ് എന്നുള്ളതും ഫേറ്റ് എന്നുള്ളതും റൈമിംഗ് വേർഡ്സ് ആണ്. അത് രണ്ടും ഒരുപോലെ അവസാനിക്കുന്നതുകൊണ്ട് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരമായിട്ടുള്ള A അതിന് കൊടുക്കാം. തിങ്സ് ആൻഡ് കിങ്സ് എന്നുള്ളത് ഒരുപോലെയാണ് അവസാനിക്കുന്നത്, അപ്പോൾ അതിന് B എന്ന് കൊടുക്കാം. ക്രൗൺ, ഡൗൺ എന്നുള്ളത് ഒരുപോലെയാണ് അവസാനിക്കുന്നത്, അതിന് C എന്ന് കൊടുക്കാം. മെയ്ഡ്, സ്പെയ്ഡ് ഒരുപോലെയാണ് അവസാനിക്കുന്നത്, അതിന് C എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ABABCCDD എന്ന് പറയാം. ഇനി അടുത്ത സ്റ്റാൻസ് എടുക്കുമ്പോൾ വീണ്ടും A മുതലാണ് തുടങ്ങേണ്ടത്. ഓരോ സ്റ്റാൻസ് ആണ് നമ്മൾ പരിഗണിക്കുന്നത് A വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ. അതെടുത്തു കഴിഞ്ഞാലും ഫീൽഡ്, yielded, കിൽ, സ്റ്റിൽ. അപ്പോൾ AB, ലേറ്റ്, ഫേറ്റ്, CC, ബ്രെത്ത്, ഡെത്ത്, DD. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റാൻസ് എടുത്ത് നോക്കുമ്പോൾ നമുക്കതിൻ്റെ റൈം സ്കീം ABABCCDD ആണെന്ന് കാണാൻ കഴിയും. ഒരുപോലെ അവസാനിക്കുന്ന രണ്ട് വേർഡ്സിനെ കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഇനി കപ്ലെറ്റ്സ്. ദർ ആർ മെനി കപ്ലെറ്റ്സ് ഇൻ ദ പോയം ലൈക്ക് സെപ്റ്റർ ആൻഡ് ക്രൗൺ മസ്റ്റ് ടംബിൾ ഡൗൺ. കപ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായി വരുന്ന രണ്ട് വരികളുടെ അവസാനത്തെ വേർഡ്സ് ഇതുപോലെ റൈമിംഗ് ആയിട്ട് വരികയാണെങ്കിൽ അതിനെയാണ് കപ്ലെറ്റ്സ് എന്ന് പറയാം. ആ വരികളുടെ ലെങ്ത്തും ഏകദേശം സെയിം ആയിരിക്കും. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു പറച്ചില എക്സ്പ്ലനേഷനാണ് തരുന്നത്. അതിൻ്റെ ഡെപ്തിലേക്ക് ഞാൻ പോകുന്നില്ല, കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. മെനി എക്സാമ്പിൾസ് ഓഫ് പേഴ്സോണിഫിക്കേഷൻ ആർ ആൾസോ യൂസ്ഡ് ഹിയർ. പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വ്യക്തി എന്നാണ്. പേഴ്സോണിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ പോലെ പരിഗണിക്കുക, ഒരു ജീവനില്ലാത്ത വസ്തുവിനെ ജീവനുള്ള വസ്തുവായിട്ട് പരിഗണിക്കുക. ആൻഡ് ഇനാനിമേറ്റ് ഒബ്ജക്റ്റ് ഈസ് ബീങ് കൺസിഡേർഡ് ആസ് ആനിമേറ്റ് ഒബ്ജക്റ്റ് എന്നാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. യഥാർത്ഥത്തിൽ ഫെയ്റ്റ് എന്ന് പറയുന്നത് ജീവനുള്ളൊരു വസ്തുവല്ല, അല്ലെങ്കിൽ ഡെത്ത് എന്ന് പറയുന്നത് ജീവനുള്ളൊരു വ്യക്തി അല്ല. എന്നാൽ അതിനൊരു വ്യക്തിയായിട്ട് പരിഗണിച്ചുകൊണ്ട് ആ പോയത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിന് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ്. ഡെത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ പരിഗണിച്ചിരിക്കുന്നത്. അതുപോലെ ദർ ഇസ് നോ ആർമർ അഗെയിൻസ്റ്റ് ഫെയ്റ്റ്. ഇവിടെ ഫെയ്റ്റിനെയും ഒരു വ്യക്തിയായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. ഇത്തരം പ്രയോഗങ്ങളെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ, ലിറ്ററേച്ചറിൽ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ദ പോയറ്റ് ഹാസ് യൂസ്ഡ് മെറ്റോണിമി ടു ഇൻ ദിസ് പോയം. മെറ്റോണിമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വസ്തുവിൻ്റെ പേര് നമ്മൾ ഉപയോഗിക്കുന്നു, അതിൻ്റെ ഉദ്ദേശം മറ്റൊരർത്ഥമാണ്. ആ മറ്റൊരർത്ഥം അതിന് ലഭിക്കുന്നത് നമ്മൾ പരാമർശിക്കുന്ന വസ്തുവിന് ആ അർത്ഥവുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ബന്ധമുണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ക്രൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കിരീടം എന്നാണ് അർത്ഥം. നമ്മൾ രാജാവ് എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ക്രൗൺ എന്ന് ഉപയോഗിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? ഇവിടെ മെറ്റോണിമി എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സിനിമ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ നമ്മൾ എന്ത് പറയും? ഹോളിവുഡ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്? മെറ്റോണിമിക്ക് ഉദാഹരണമാണ്. ഇവിടെ അത്തരത്തിലുള്ള ഉദാഹരണങ്ങളാണ് സെപ്റ്റർ ആൻഡ് ക്രൗൺ. ഇനി നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരാം. ദ എൻഡിങ് ഈസ് പെർഫെക്റ്റ് ആൻഡ് വെരി ബ്യൂട്ടിഫുള്ളി സമ്മറൈസസ് ദ മെസ്സേജ് ഓഫ് ദ പോയം. ഈ പോയത്തിൻ്റെ എൻഡ് എന്ന് പറയുന്നത്, അവസാന വരികൾ എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റാണ്, വളരെ ഭംഗിയായിട്ട് ഈ പോയത്തിൻ്റെ സന്ദേശം മുഴുവനായിട്ട് ഉൾക്കൊള്ളുന്ന വരികളാണ്. ഓൺലി ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലുസം ഇൻ ദെയർ ഡെസ്റ്റ്. സത്യസന്ധരായി ജീവിച്ച, നീതിയുക്തരായിട്ട് ജീവിച്ച, നന്മ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത ആളുകൾ മരണശേഷം മറ്റുള്ളവരുടെ മനസ്സുകളിൽ എന്നെന്നും നിറഞ്ഞു നിൽക്കും. അത്
ഇപ്പോൾ വിടർന്നു വന്ന പൂക്കളുടെ നല്ല മണം പോലെ, ഫ്രാഗ്രൻസ് പോലെ നമ്മുടെ ജീവിതശേഷം നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. ദീസ് ലൈൻസ് ആർ പാക്ഡ് വിത്ത് മീനിങ്. അർത്ഥങ്ങൾ കൊണ്ട് പാക്ക് ചെയ്തതാണ് ഈ സെൻറ്റൻസ്. ദ പോയം ഹാസ് എ ഗ്രേറ്റ് മെസ്സേജ്. ഒരു വലിയ സന്ദേശമാണ് പോയം നൽകുന്നത്. ഇറ്റ് മേക്സ് ദ റീഡർ തിങ്ക്. വായനക്കാരനെ കൂടുതൽ ചിന്തിപ്പിക്കുന്നു. ദ പോയം ഈസ് എ മസ്റ്റ് റീഡ് വൺ. നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട പോയംസിൽ ഒന്നാണിത്. ഇറ്റ് പ്രൊവൈഡ്സ് എസ് ആൻ ഇൻസൈറ്റ് ഇൻ ടു ദ റിയാലിറ്റീസ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള ഒരു ഉൾക്കാഴ്ച നൽകുന്ന പോയമാണ് ഈ പോയം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഒരു A+ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു മോഡൽ ആൻസറാണ്. ഇത് വളരെ ഡ്രമാറ്റിക്കായിട്ട് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ ഇതിൽ ഒരു ഡയറക്റ്റായിട്ട് പറയുന്നതിന് പകരം വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരു മറ്റൊരു സോഴ്സിൽ നിന്നുള്ളൊരു കൊട്ടേഷനോട് കൂടിയാണ് ഈ പോയം അപ്രീസിയേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺലി എ മൊമെൻറ്റ് ഡു വി ഹാവ് ഓൺ എർത്ത്. നമുക്ക് ഈ ഭൂമിയിൽ വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. ട്രൈ ആൻഡ് ഫിൽ ഇറ്റ് വിത്ത് തിങ്സ് വർത്ത് ലീവ്ഡ്. അത് നമ്മൾ ലോകത്ത് ജീവിച്ചു പോയി എന്ന് അടയാളപ്പെടുത്തുന്ന രീതിയിൽ, നല്ല രീതിയിൽ ജീവിച്ച് യാത്ര പറയാൻ ശ്രമിക്കുക. സെഡ് എ ഗ്രേറ്റ് ഫിലോസഫർ വൺസ്. ഏതോ ഒരു ഫിലോസഫർ ഒരു കാലത്ത് പറഞ്ഞു വെച്ച വാക്കുകളാണ്. ലൈഫ് ഈസ് എ ബബിൾ റെഡി ടു ബേഴ്സ്റ്റ് എനി മൊമെൻറ്റ്. ജീവിതം എന്ന് പറയുന്ന ഒരു ബബിൾ പോലെയാണ്. ഏത് നിമിഷം വേണമെങ്കിലും അത് പൊട്ടി, സോപ്പ് കുമ്പളകൾ കണ്ടിട്ടില്ല, എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. ഇനി ഈ പോയത്തിൽ നിന്നുള്ള സ്റ്റാർട്ടിങ്ങിലുള്ള വരികളാണ് പിന്നെ കൊടുത്തിരിക്കുന്നത്. The glories of our blood and state are shadows, said James Shirley in this famous poem Death the Leveler. അപ്പോൾ കണ്ടോ, Death the Leveler is a great poem written by James Shirley എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ വളരെ ഡ്രമാറ്റിക്കായിട്ടാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലും നിങ്ങൾക്ക് ആൻസറുകൾ തുടങ്ങാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് നിങ്ങൾക്കിവിടെ കാണാം. അത് നിങ്ങൾ വായിച്ച് നോക്കുക. ഇനി ഞാൻ വായിക്കുന്നതൊക്കെ ഒരു ആവർത്തന വിരസത നിങ്ങൾക്ക് തോന്നിയേക്കാം. അതുകൊണ്ട് ഇത് വായിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിൻ്റെ അവസാന ഭാഗത്ത് പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്ത ഭാഗം ഒക്കെ ഏകദേശം സെയിം സംഭവം തന്നെയാണ്. രണ്ടിടത്തും ഉപയോഗിക്കേണ്ടത് ഏകദേശം ഒരുപോലെ തന്നെയാണ്. അത് അതേപടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൺക്ലൂഷനും ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികൾ വായിച്ച് നോക്കിയിട്ട് 2 ആൻസർ നിങ്ങൾ എഴുതിയെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അത് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ അമർത്തുക. എൻ്റെ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് സ്ഥിരമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് വെച്ച് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്